ഇതിന്റെ സത്യം എന്താണെന്നറിയാതെ ഇവരെ ഞാൻ വിടില്ല. സത്യം പറടാ, ഇല്ലെങ്കിൽ വീട്ടിൽ കയറി മോഷ്ടിച്ചതിന്റെ പേരില് നിന്നെ കൊണ്ടുപോകാൻ പോലീസിനെ എനിക്ക് വിളിക്കേണ്ടതായിട്ട് വരും. പറടാ, ആരാ എനിക്ക് തന്നെ? എനിക്കത് തന്നത് എടാ പറയാൻ. ജ്യോതിയ. ഇവൻ പറഞ്ഞ സത്യമാണോ? നീയാണോ ഇത് അവന് കൊടുത്തത്? പറയടി. പറയാനല്ലടി പറഞ്ഞ. സുജേട്ടേ, നിനക്ക് ഈ ലാപ്ടോപ്പ് ആരാ തന്നത്? എന്താണ് നിന്റെ വായിൽ നാവില്ലേ? പറയണം. ഞാനാ കൊടുത്തത്. നീ എന്താ പറഞ്ഞ്? മനുവിന് ലാപ്ടോപ്പ് കൊടുത്തത് ഞാനാ. ആണോ? ഞാൻ പറഞ്ഞിട്ടാ അവള് ലാപ്ടോപ്പ് കൊടുത്തത്. അമ്മ എന്തിനാ അവന് ലാപ്ടോപ്പ് കൊടുക്കാൻ പറഞ്ഞ? അവനാരാ? അവന് പഠിക്കാൻ ഒരു ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൊടുത്തു. ഇതിന് ഇനി കൂടുതൽ വിശദീകരിക്കാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. ഓ, അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. എന്നിട്ട് എന്റെ മുമ്പിൽ നാടകം കളിക്കുക എല്ലാരും കൂടി. അമ്മയുടെ കരുണയും മരുമോളുടെ ദാനവും കാണിച്ചു തരാൻ ഞാൻ എല്ലാത്തിനും. மேடம், இப்படி ஏதாவது செய்யும்போது ஜீவன் சார் கிட்ட சொல்ல வேண்டியது தானே. எவ்வளவு நல்லா இருந்தது, எல்லாமே போச்சு. வாங்க சார். സോറിങ്ങളെ, ഇനി ഈ ലാപ്ടോപ്പ് ഞാൻ കൊണ്ടുപോകുന്നില്ല. താനതും കാര്യമാക്കണ്ടോ? ഇതൊരു ചെറിയ കുടുംബകാര്യമല്ലേ. അതിപ്പോ തൻ്റെ കുടുംബത്താണെങ്കിലും താൻ അഡ്ജസ്റ്റ് ചെയ്യില്ലേ? അതുപോലെ മോനിതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. തനിക്ക് പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാ തൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ചെല്ല്.
മോളെ, ചില കാര്യങ്ങളിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതല്ല. ഇതുപോലെ ചിലപ്പോ നാണം കിടേണ്ടി വരും. ഞാൻ പണിക്കാരെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഏൽപ്പിക്കട്ടെ. രാമേട്ടാ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും. പാടത്തും പറമ്പിലും ഒക്കെ വെള്ളം ഒഴിക്കണം. പിന്നെ ഏത് നേരം ഇവിടെ ഒന്ന് നോക്കുകയും വേണം. അതൊക്കെ ഞങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ ഹരിയേട്ടാ? ഹരിയേട്ടൻ ധൈര്യമായിട്ട് പോയിട്ടോ. ആ, നീ മുത്തശ്ശിയുടെ മുന്നിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. എടി പെണ്ണെ, എന്തായാലും പോകാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഈ മുഷിഞ്ഞ മുഖം കാണിക്കേണ്ട കാര്യം എന്തുവാ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ പരീക്ഷണമാ. നീ ഇതിലും കൂടെ എന്നെ തോപ്പിച്ച് കളയരുത്. ആ, ഇവിടുന്ന് ട്രാവലറിലാണോ ഹരിയേട്ടാ പോകുന്നേ? ഇല്ല, ഇവിടുന്ന് അമ്പലം വരെ ടാക്സി പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പിന്നെ വേറെ ആളുകളുണ്ട്. അവിടുന്ന് പിന്നെ ട്രാവലറിലാ പോകുന്നത്. അപ്പൊ പിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ പ്രഭാകരനോടുകൂടി പറഞ്ഞു. ശരി. ഇന്ന് നമുക്ക് ഇറങ്ങിയാലോടെ. അപ്പൊ പറഞ്ഞൊന്നും മറക്കണ്ട. ആ, നിത്യേച്ചി, സോറി നിത്യേച്ചി. ഇങ്ങനൊന്നും ആവുമെന്ന് ഞാൻ കരുതിയില്ല. മാപ്പ്. മനുവിന് നീ ലാപ്ടോപ്പ് എടുത്ത് കൊടുത്തു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്ന് അറിയോ? നെഞ്ചില് കനലടിക്കി വെച്ചിരിക്കുന്നത് പോലെയാ അന്ന് മുതൽ ഞാൻ നടക്കുന്നത്. നിന്റെ ഏട്ടന്റെ പെരുമാറ്റം നീ കണ്ടില്ലേ? ഏട്ടന്റെ മനസ്സിലുണ്ടായ തോന്നലുകള് വായിച്ചു കളയാൻ പറ്റുമോ? ഏട്ടനോട് ഞാൻ പറയാം, ഞാനാ തെറ്റ് ചെയ്തേന്ന്. അങ്ങനെ നിന്നെ കൊണ്ട് പറയിക്കാനായിരുന്നെങ്കിൽ ഈ ബഹളമൊക്കെ നടന്നപ്പോ നിന്നെ കൊണ്ട് എനിക്കത് അപ്പോഴേ പറയിപ്പിക്കാമായിരുന്നില്ലേ? മോളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കും. വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാ അത് തിരിച്ചു പിടിക്കാൻ വലിയ പാടാ. ഇത് നീ ഞാനും തമ്മിലായാലും ശരി. ഇതിപ്പോ ഇങ്ങനെ പോട്ടെ, നീ തിരുത്തണ്ട. നിത്യേച്ചിക്ക് സങ്കടങ്ങളൊക്കെ നല്ല ശീലം. എന്നോട് ക്ഷമിക്കും നിത്യേച്ചി. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടാവില്ല. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ അങ്ങനെയൊന്നും പറയണ്ട. നീ നിന്റെ മനസ്സിനോട് പറഞ്ഞാ മതി. മനസ്സ് തെറ്റിപ്പോകുന്ന പ്രായം. അബദ്ധങ്ങൾ എന്തേലും പറ്റിപ്പോയാ അത് ഊതി പെരുപ്പിക്കാൻ ആളുണ്ടാവും, കെടുത്താൻ ആരും ഉണ്ടാവില്ല. നീ പൊയ്ക്കോ. നിത്യേച്ചി, അകത്തേക്ക് കയറുക. നീ ചെല്ലു മോളെ, ഞാനിപ്പോ വരാം.
എന്തുപറ്റി? എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല. മനു ഒരു പാവം പയ്യന്. അവന് പഠിക്കാനുള്ള ആവശ്യത്തിന് മോൾ അത് എടുത്തു കൊടുത്തതുകൊണ്ട് അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല. അമ്മ ഇത് നിനക്ക് സ്വന്തമായിട്ട് തന്നതല്ലേ? അമ്മേ, പിന്നെ ജീവന്റെ ദേഷ്യം അത് അമ്മ പറഞ്ഞു മാറ്റിക്കോളും. എന്നാലും ഞാൻ ചെയ്തത് തെറ്റല്ലേ? തെറ്റ് കണ്ടുപിടിക്കുന്നവർക്ക് ഇതിലൊരു തെറ്റ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും. പിന്നെ ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ അമ്മയുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനത്തിന് ഒരു വ്യത്യാസവും വരില്ല. അമ്മേ, സങ്കടം മനസ്സിൽ കൂട്ടിവെക്കണ്ട. ഞാൻ ഇപ്പം തന്നെ അവനോട് സംസാരിക്കാം. അത് മനസ്സിൽ നിന്ന് വിട്ടുകളമോളെ. അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ. അതിന് അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാളില്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. എനിക്ക് എൻ്റെ മോന് ചെയ്യുന്ന ശരിയും തെറ്റും അതിൻ്റെ നല്ല അർത്ഥത്തിൽ മനസ്സിലാവും. ഞാൻ ജീവൻ്റെ അടുത്ത് ചെല്ലട്ടെ. മേഡം, ആരാധിക. ഇവിടേക്ക് തന്നെ. ശരി മേഡം. നല്ല വാക്കുകൾക്ക് നന്ദി. ഒരു കവിത മനസ്സിൽ പിറവിയെടുക്കുമ്പോഴല്ല, അത് മറ്റൊരാളുടെ ഹൃദയത്തിൽ തറച്ചു എന്ന് പറയുമ്പോഴാണ് എഴുതുന്നതിന് അർത്ഥമുണ്ടാവുന്നത്. ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. എഴുതിയ വരികളിൽ എഴുതാതെ പോയ കുറേ വാക്കുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഒരുപാട് വായിക്കണം. വായന നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ കാഴ്ചക്കാരായി നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ആകാശത്തിലെ മേഘത്തുണ്ടുകൾ പോലെ ഒട്ടും കനമില്ലാതെ നമുക്ക് ഒഴുകി നടക്കാം. മറുപടിക്കൊപ്പം ഞാൻ എഴുതിയ പുതിയൊരു കവിത കൂടി അയക്കുന്നു. സ്നേഹപൂർവം, ഹരി. അതെ രാമകൃഷ്ണേട്ടാ, മോക്കെന്താ സുഖമില്ലേ? അല്ല, മാറിയിരിക്കുന്നുണ്ട് ചോദിച്ചാ. താല്പര്യക്കുറവൊന്നുമില്ല. അവള് ഗർഭിണിയല്ലേ, അതിന്റെ ആവശ്യതയായിരിക്കും.
യാത്രയ്ക്ക് കരിയേട്ടനുണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനുണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? എന്താ കരിയേട്ട ഈ ചോദിക്കുന്നത്? കരിയേട്ടനുള്ളതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയല്ലേ? ഇനി ഹരിയേട്ടൻ തന്നെയാ യാത്രയുടെ ലീഡർ. അയ്യോ, എന്നെ പിടിച്ച് സ്ഥാനമൊന്നും ഏൽപ്പിക്കണ്ട. ഓ, നമുക്ക് ഒന്നിച്ചെല്ലാവർക്കും സന്തോഷമായിട്ട് പോയിട്ട് വരാം. ശരി. അയ്യോ രാമകൃഷ്ണേട്ടാ, ഡ്രസ്സിൽ മൊത്തം ആയാലോ? അത് കുഴപ്പമില്ല, ഞാൻ കഴുകിക്കോളാം. ഇവിടെ പൈപ്പിലാണേ വെള്ളമില്ല കേട്ടോ. കഴുകാനാണെങ്കിൽ അവിടെ അമ്പലക്കുളത്തിൽ തന്നെ പോണം. അതൊന്നും സാരമില്ല, ഞാൻ കഴുകിക്കോളാം.